അപ്പോൾ വെൽക്കം ബാക്ക്. കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തൊഴിൽ നിയമങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം BJP ഗവൺമെൻറ് 4 പുതിയ തൊഴിൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുകയുണ്ടായി. ഏതാണ്ട് 2021 പാർലമെൻറ്റ് പാസ്സാക്കിയതാണ് ഈ തൊഴിൽ നിയമങ്ങളെങ്കിലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഈ 2025 നവംബർ മാസത്തിലാണ്. അതിന് കാരണം ഒരുപാട് സംസ്ഥാനങ്ങളുടെ എതിർപ്പുകൾ ഇതിനെതിരെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറേ കാലം വൈകി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, എങ്കിലും വൈകിട്ടാണെങ്കിലും ഇപ്പോൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ നിരവധി വാദങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ഈ 4 ബില്ലുകളെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ചരിത്രം എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് എന്നുള്ളൊരു ചരിത്രം നമുക്കറിയേണ്ടതുണ്ട്. അതിനുശേഷം ഈ 4 ബില്ലുകൾ എന്തൊക്കെയാണ് പറയുന്നത്, ശേഷം ഇതിനെ എതിർക്കുന്ന ആളുകളുടെ വാദങ്ങൾ എന്തൊക്കെയാണ്, ഈ ബില്ലിലെ ന്യൂനതകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പരിഹരിച്ചാൽ ഇതിനെ കുറച്ചുകൂടി ബെറ്റർ ആക്കാം എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടി സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പോവുകയാണ്. അതായത് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഇൻഫോ പാർക്കിൽ അല്ലെങ്കിൽ ടെക്നോ പാർക്കിൽ അല്ലെങ്കിൽ ബാംഗ്ലൂർ എവിടെയെങ്കിലും തുടങ്ങാൻ പോവുകയാണ്. പക്ഷേ ആ കമ്പനി തുടങ്ങേണ്ടുന്നതിന് വേണ്ട ചില നിയമങ്ങളുണ്ട്, ഈ രാജ്യത്തെ നിയമങ്ങൾ. പക്ഷേ ആ നിയമങ്ങൾ 1800-ൽ, അതായത് 18-ാം നൂറ്റാണ്ടിൽ ഒരു സ്റ്റീം എഞ്ചിൻ ഉണ്ടാക്കുന്ന കമ്പനിക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട നിയമങ്ങളാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് എന്തായിരിക്കും അതുണ്ടാക്കുന്ന ഒരു പ്രശ്നം? പല കാര്യങ്ങളും ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. നമുക്ക് പലതും അത് കംപ്ലൈ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ഭയങ്കര കോംപ്ലിക്കേഷൻസ്, നിങ്ങളുടെ പുതിയ ബിസിനസ്സുമായിട്ട് ഒരു തരത്തിലും പൊരുത്തപ്പെടാത്ത കുറേ പഴയ നിയമങ്ങൾക്ക് നിങ്ങൾ കംപ്ലൈ ചെയ്യണം. സത്യത്തിൽ ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ ലോസിൻ്റെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും ഇത് തന്നെയാണ്. ഈ റിഫോമിന് മുമ്പ്, ഈ 4 നിയമങ്ങളായി ക്രോഡീകരിക്കുന്നതിന് മുമ്പ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെ ഏതാണ്ട് 29 തൊഴിൽ നിയമങ്ങളുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ 100-ൽ പരം തൊഴിൽ നിയമങ്ങളുണ്ട്. 1948-ലെ ഫാക്ടറീസ് ആക്ട്, അതേപോലെ തന്നെ 1926-ലെ ട്രേഡ് യൂണിയൻ ആക്ട്, ഇതിൻ്റെയൊക്കെ മുകളിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങളാണ് സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഉള്ളത്. അപ്പോൾ 29 നിയമങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ എന്ന് പറയുമ്പം, നിങ്ങളൊരു കമ്പനി തുടങ്ങുമ്പം ഈ 29 നിയമങ്ങളോട് കംപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഈ നിയമങ്ങളും സംസ്ഥാനത്തെ നിയമങ്ങളും കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. സംസ്ഥാനത്തിന് വേറെ തൊഴിൽ നിയമം, കേന്ദ്രത്തിന് വേറെ തൊഴിൽ നിയമം, ഇതുകൂടാതെ പഞ്ചായത്തിൻ്റെ നിയമം വേറെ. അങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലാണ് നമ്മുടെ ഇന്നത്തെ ഇൻഡസ്ട്രീസ് നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനെ എക്കണോമിസ്റ്റുകളൊക്കെ വിളിക്കുന്നത് ഇൻസ്പെക്ടർ രാജ് എന്നാണ്. നമ്മൾ ലൈസൻസ് രാജിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതേപോലെ മറ്റൊന്നാണ് ഇൻസ്പെക്ടർ രാജ്. കാരണം ഇത് വലിയ രീതിയിൽ അവരുടെ അധികാരങ്ങൾ ദുരുപയോഗം ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ കൈക്കൂലിയും മറ്റു കാര്യങ്ങളും ക്രോണീസും ഒക്കെ നടക്കുന്നതിൻ്റെ മറ്റൊരു വഴിയും ഇത് തന്നെയാണ്, ഈ ഇൻസ്പെക്ടർ രാജാണ്. നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നു, കിറ്റെക്സ് കമ്പനിയും സർക്കാരും തമ്മിലുള്ളൊരു റിഫ്റ്റൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആ സമയത്ത് കിറ്റെക്സ് കമ്പനിയിൽ കുറേ ഉദ്യോഗസ്ഥർ നിരന്തരമായി റെയ്ഡ് നടത്തുന്നു. അപ്പോൾ അതിലൊരു കംപ്ലൈൻറ്റ് അവർ ഉയർത്തിയത് കിറ്റെക്സിൽ തൊഴിലാളികൾക്ക് ശുദ്ധജലം കുടിക്കാൻ കൂജയിൽ വെള്ളം വച്ചില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ കിറ്റെക്സ് മുതലാളി സാബ് പറയുന്നുണ്ട്, ഞങ്ങൾക്കവിടെ ഫിൽറ്റേർഡ് വാട്ടർ ഉണ്ട്, പക്ഷെ അതുപോരാ. ഫിൽറ്റേർഡ് വാട്ടർ ഈ തൊഴിൽ നിയമത്തിലില്ല, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പോളിസിയിലില്ല. കാരണം ഇതുണ്ടാക്കുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഫിൽറ്റേർഡ് വാട്ടറൊന്നും എല്ലായിടത്തും ഇല്ല. അപ്പോൾ കൂജയിൽ വെള്ളം ഉണ്ടായിരിക്കണം എന്ന് അതിനകത്തുണ്ട്. അപ്പോൾ കൂജയിൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഇല്ല. അപ്പോൾ ഉടനെ ഫൈൻ അടിച്ചു കൊടുക്കുകയാണ്. അതിലും മെച്ചപ്പെട്ട ഫിൽറ്റേർഡ് വാട്ടർ കൊടുക്കുന്നു എന്നത് അവിടെ പ്രസക്തമല്ല. അപ്പോൾ ഉദ്യോഗസ്ഥൻ അയാളുടെ അധികാരം ദുർവിനിയോഗം ചെയ്യണം. ഒട്ടുമിക്ക ഉദ്യോഗസ്ഥരും ഇത് മനസ്സിലാക്കും. ഇതിനകത്തൊരു അവരുടെ ഒരു കോമൺ സെൻസ് അപ്ലൈ ചെയ്തിട്ട് അവരത് കണ്ടില്ല എന്ന് നടിച്ചു പോകും. പക്ഷേ നിങ്ങൾക്ക് ഈ തൊഴിലുടമയോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ നിങ്ങൾക്ക് അയാൾക്കെതിരെ ഉപയോഗിക്കാൻ സാധിക്കും. ഇതാണ് നമ്മുടെ രാജ്യത്തെ അവസ്ഥ. ഇത്തരമൊരു അവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ പല കമ്പനികളും ഇന്ത്യയിൽ വരുന്നതിന് മടിച്ചു, അതായത് വിദേശ കമ്പനികൾ. അതേപോലെ തന്നെ ഒരുപാട് കമ്പനികൾ ഫോർമലായി രജിസ്റ്റർ ചെയ്യാതെ വളരെ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ കൊണ്ടു നടക്കുന്നു. ഇത്തരത്തിലുള്ള നിയമങ്ങളോടൊന്നും കംപ്ലൈ ചെയ്യാനുള്ള മടി കാരണം, കോംപ്ലിക്കേഷൻസ് കാരണം. അപ്പോൾ ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം എന്ന നിലയ്ക്കാണ് നിലവിലുള്ള 29 നിയമങ്ങളെ പരിഷ്കരിച്ചുകൊണ്ട് 4 നിയമങ്ങളാക്കി ചുരുക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ പുതിയ തൊഴിൽ നിയമം അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 4 നിയമങ്ങളെക്കുറിച്ച് പരിചയപ്പെടാം. അതിൽ ആദ്യത്തേതാണ് ദ കോഡ് ഓൺ വേജസ്, എ യൂണിവേഴ്സൽ മിനിമം വേജ്. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ പഴയ കാലത്ത്, അല്ലെങ്കിൽ ഈ നിയമം വരുന്നതിന് മുമ്പ് എന്തായിരുന്നു അവസ്ഥ എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിലവിലെ ഈ നിയമം എന്തു മാറ്റമാണ് കൊണ്ടുവരിക എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഓൾഡ് വേ എന്തായിരുന്നു? ഫ്രാഗ്മെൻറ്റഡ് മിനിമം വേജസ്. അതായത് മൈനിങ്, വാച്ച് മേക്കിങ്, ഇങ്ങനത്തെയുള്ള പല പല സെക്ടറുകളുണ്ട് ഇന്ത്യയിൽ. പല ഇൻഡസ്ട്രീസ് ഉണ്ട് അല്ലേ? മൈനിങ് നടത്തുന്ന സ്ഥലമുണ്ട്, അതേപോലെ IT കമ്പനികളുണ്ട്, അതുപോലെ ഫാക്ടറികളുണ്ട്, പല സാധനങ്ങളും ഉണ്ടാക്കുന്ന കമ്പോണൻസ് ഉണ്ടാക്കുന്ന ഫാക്ടറീസ് ഉണ്ട്. അങ്ങനെ പല പല ഇൻഡസ്ട്രീസ് ഉണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ ഈ മിനിമം വേജ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള മിനിമം വേജാണ്.
സർക്കാർ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ മിനിമം വേജ്, വ്യത്യസ്തമായിട്ടുള്ള മിനിമം വേജിനെ എല്ലാം കൂടെ എടുത്തു കളഞ്ഞിട്ട് ഒരു യൂണിവേഴ്സൽ മിനിമം വേജ് പ്രഖ്യാപിക്കുകയാണ്. അത് എത്രയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. യൂണിവേഴ്സൽ മിനിമം വേജ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കും. അതിനെയാണ് ഫ്ലോർ പ്രൈസ് എന്ന് പറയുന്നത്. ഇതിന് മുകളിൽ സംസ്ഥാനങ്ങൾക്ക് മിനിമം വേജ് പ്രഖ്യാപിക്കാം, പക്ഷേ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന മിനിമം വേജിൻ്റെ മുകളിൽ മാത്രമേ സംസ്ഥാന സർക്കാരിന് നിയമം ഉണ്ടാക്കാൻ പാടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മണിക്കൂറിന് 50 രൂപയാണെന്ന് വിചാരിക്കുക. ഒരു യൂണിവേഴ്സൽ മിനിമം വേജ് എന്ന് പറയുന്നത് മണിക്കൂറിന് 50 രൂപയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് 50 രൂപയിൽ താഴെ പോകാൻ പറ്റില്ല, 50 രൂപയ്ക്ക് മുകളിൽ പോകാം. ഇതാണ് ഈ യൂണിവേഴ്സൽ മിനിമം വേജ് കൊണ്ട് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, എല്ലാവരെയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഓൾ വർക്കേഴ്സ് ഇൻക്ലൂഡിങ് അൺഓർഗനൈസ്ഡ് സെക്ടർ എൻറ്റൈറ്റിൽ ടു എ മിനിമം വേജ്. കൂലിപ്പണിക്കാരുൾപ്പെടെ ഈ മിനിമം വേജ് എന്ന് പറയുന്ന നിയമത്തിൻ്റെ പരിധിക്കകത്ത് വന്നിട്ടുണ്ട് പുതിയ നിയമം അനുസരിച്ച്. ഇതാണ് ഫസ്റ്റ് ലോ. ഇനി അടുത്തത് ദ കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റിയാണ്. എക്സ്റ്റെൻഡിങ് ദ സേഫ്റ്റി നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫോർമൽ സെക്ടറിൽ മാത്രമായിരുന്നു ഈ സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അതായത് ഓഫീസിലൊക്കെ പോകുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ PF, ESI പോലത്തെയൊക്കെയുള്ള സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകൾ ഉണ്ടായിരുന്നു. നിലവിലത്തെ സ്ഥിതി അതാണ്. അപ്പോൾ പുതിയ ലേബർ നിയമം വരുമ്പോൾ ഇവിടെ ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം വർക്കേഴ്സിനെ കൂടി ഇതിൻ്റെ പരിധിയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കണം. ഉദാഹരണത്തിന് നമുക്കറിയാം ഊബർ ഓടിക്കുന്ന ആൾക്കാരുണ്ട്, സൊമാറ്റോ ഡെലിവറി ചെയ്യുന്ന ആൾക്കാരുണ്ട്, സ്വിഗ്ഗി, അങ്ങനത്തെ കുറേ പ്ലാറ്റ്ഫോം ബേസ്ഡ് ആയിട്ടുള്ള ഗിഗ് വർക്കേഴ്സ് എന്ന് നമ്മൾ പറയുന്ന തൊഴിലാളികളുണ്ട്. അവരെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫോർമൽ എംപ്ലോയീസ് ആയിട്ട് കണക്കാക്കിയിരുന്നില്ല. കമ്പനിയുടെ പേറോളിൽ പോലും അവരെ പാർട്ട്നേഴ്സായിട്ടാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇല്ലായിരുന്നു. അപ്പം നിലവിലെ പുതിയ നിയമം അനുസരിച്ച് ഇവർക്കും കൂടി സോഷ്യൽ സെക്യൂരിറ്റി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കണം. അതായത് PF അതുപോലെ ESI പോലെയുള്ള സ്കീമുകൾ, സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകളെല്ലാം തന്നെ ഈ ഗിഗ് വർക്കേഴ്സിനും അവകാശപ്പെട്ടതാണ് എന്ന് പുതിയ നിയമം പ്രഖ്യാപിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട നിയമം. ഇനി അടുത്തതാണ് ഏറ്റവും കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള സംഭവം. അതായത് ദ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് ബാലൻസിങ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് റൈറ്റ്സ്. ഉദാഹരണത്തിന് പഴയ അല്ലെങ്കിൽ നിലവിലത്തെ സ്ഥിതി, ഈ നിയമം വരുന്നതിന് മുമ്പുള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആയിരുന്നു. അതുപോലെ സമരം ചെയ്യാനൊക്കെ ഏത് സമയത്തും മിന്നൽ പണിമുടക്കൊക്കെ പ്രഖ്യാപിക്കാൻ തൊഴിൽ സംഘടനകൾക്ക് അവകാശമുണ്ടായിരുന്നു. സത്യത്തിൽ പുതിയ നിയമം വരുന്നതോടുകൂടി അതെല്ലാം അവസാനിക്കുകയാണ്. ഇവിടെ പുതിയ നിയമം അനുസരിച്ച് നേരത്തെ ഒരു കമ്പനിയിൽ 100 100-ൽ താഴെയോ ആളുകളുണ്ട് എങ്കിൽ മാത്രമാണ് കമ്പനി ഉടമയ്ക്ക് തൊഴിലാളികളെ യാതൊരു മുൻകൂട്ടിയുള്ള നോട്ടീസും കൊടുക്കാതെ തന്നെ പിരിച്ചുവിടാനുള്ള അധികാരം ഉണ്ടായിരുന്നു. 100 100-ൽ താഴെയോ എണ്ണമുള്ള കമ്പനികളുടെ ഉടമകൾക്ക് അങ്ങനെ തീരുമാനമെടുക്കാം, കമ്പനി അടച്ചുപൂട്ടാം. നിലവിലത്തെ പുതിയ നിയമം അതിനെ ഒന്നുകൂടി പരിഷ്കരിച്ച് 100 എന്നുള്ളത് 300 ആക്കിയിരിക്കുകയാണ്. 300 തൊഴിലാളികൾ വരെയുള്ള കമ്പനികൾക്ക് യാതൊരു മുന്നറിയിപ്പും കൊടുക്കാതെ തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള അധികാരം പുതിയ നിയമത്തിൽ വരുത്തിയിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ സമരം ചെയ്യണമെങ്കിൽ 60 ദിവസത്തെ നോട്ടീസ് കൊടുത്തിരിക്കണമെന്ന നിയമവും കൂടി വരുന്നു. ഇതിനെയാണ് തൊഴിൽ സംഘടനകൾ പ്രധാനമായിട്ടും എതിർക്കുന്നത്. നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് അടുത്ത സെഷനിൽ പറയാം. അതേപോലെ മറ്റൊന്ന് ഫിക്സ്ഡ് ടേം എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് കൂടി അവതരിപ്പിക്കണം. അപ്പോൾ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവർക്കറിയാം, നമ്മളെല്ലാവരും അല്ലെങ്കിൽ 2 വർഷത്തെ കോൺട്രാക്റ്റിലാണ് ജോലി ചെയ്യുന്നത്. ഈ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ആ കോൺട്രാക്റ്റ് തീരുന്ന സമയത്ത് തൊഴിലുടമയ്ക്ക് വേണമെങ്കിൽ നമ്മളോട് പറയാം, ഇത് റിന്യൂ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾക്ക് പോകാമെന്ന്. ഏതാണ്ട് ആ ഒരു സിസ്റ്റം തന്നെ ഇന്ത്യയിലും വരികയാണ്, ഫിക്സ്ഡ് ടേം എംപ്ലോയ്മെൻറ്റ്. അതായത് ഓരോ വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ നിങ്ങൾക്ക് ഒരു ഫിക്സ്ഡ് ടൈം ആയിരിക്കും നിങ്ങളുടെ തൊഴിൽ കോൺട്രാക്റ്റ് നിങ്ങൾക്ക് കമ്പനി ഉടമ നൽകുക. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് മുന്നോട്ട് പുതുക്കണമോ വേണ്ടയോ എന്ന് തൊഴിലുടമയ്ക്ക് തീരുമാനിക്കാം. അപ്പോൾ പെർമനൻറ്റ് എംപ്ലോയി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ലാതാകുമെന്നാണ് ഇതിൻ്റെ വിമർശകർ മുന്നോട്ട് വയ്ക്കുന്നത്. അതേപോലെ തന്നെ ഗ്രാറ്റുവിറ്റി, ESI പോലെയുള്ള മറ്റ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകൾ ഈ ഓരോ പ്രാവശ്യവും കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യുമ്പോൾ നഷ്ടപ്പെടുമോ എന്നൊരു ആശങ്കയും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ അത് നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് ഗവൺമെൻറ് പറയുന്നത്. പ്രോ റേറ്റിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് പോകാൻ സാധിക്കുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട നിയമം. അപ്പോൾ നാലാമത്തേതാണ് OSH കോഡ്, ഒക്യുപ്പേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ്. അപ്പോൾ നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഓൾഡ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാറ്റേർഡ് സേഫ്റ്റി റൂൾസാണ്. മൈൻസ്, ഡോക്സ്, ഫാക്ടറീസ്. അപ്പം പല സ്ഥലങ്ങളിലും പല ഇൻഡസ്ട്രികളിലും വ്യത്യസ്തങ്ങളായ സേഫ്റ്റി സ്റ്റാൻഡേർഡുകളായിരുന്നു നമ്മൾ ഫോളോ ചെയ്തിരുന്നത്. പുതിയ നിയമം അനുസരിച്ച് ഒരു യൂണിഫോം സേഫ്റ്റി സ്റ്റാൻഡേർഡ് എല്ലായിടത്തും തന്നെ ആപ്ലിക്കബിൾ ആയിരിക്കും, മിനിമം ആയിട്ടുള്ള. അതിൻ്റെ മുകളിലായിരിക്കും ഓരോ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്ട്രാ സേഫ്റ്റി പ്രിക്വേഷൻസ് ഒക്കെ വരിക. മിനിമമായിട്ട് എല്ലാവരും പാലിക്കേണ്ട സേഫ്റ്റി റൂൾസ് ഒരു ലോ വരികയാണ്. അതാണ് OSH കോഡും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ വുമൺ വർക്കിംഗ് നൈറ്റ് ഷിഫ്റ്റാണ്. അതായത് സ്ത്രീകൾക്ക്
നൈറ്റ് ഷിഫ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ മാൻഡേറ്ററി ആയിട്ടുണ്ടായിരിക്കണം. സ്ത്രീകൾ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് പല കമ്പനികളും സ്ത്രീകളെ ഒഴിവാക്കുന്ന കാരണം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് നൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യവും സുരക്ഷിതത്വവും ഉറപ്പാക്കേണ്ടത് തൊഴിലുടമയുടെ ബാധ്യതയാണ്. നൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സ്ത്രീകളെ പറ്റില്ല, അതുകൊണ്ട് സ്ത്രീകളെ ഞങ്ങൾ എടുക്കുന്നില്ല എന്നുള്ളൊരു എക്സ്ക്യൂസ് ഇനിയും തൊഴിലുടമകൾക്ക് പറയാൻ പാടില്ല. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഏഷ്യൻ രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും മോശം സ്ത്രീകളുടെ ജോബ് പാർട്ടിസിപ്പേഷൻ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. കമ്പയർ ടു അതർ നമ്മുടെ നെയ്ബേഴ്സുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പം ഈവൻ ബംഗ്ലാദേശൊക്കെ നമ്മളെക്കാൾ വളരെ വളരെ ബെറ്ററാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ബാധ്യത സർക്കാരിനുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു നിയമമായിട്ട് സർക്കാർ വന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ 4 നിയമങ്ങളെക്കുറിച്ചും പറഞ്ഞു. ഇനി 4 നിയമങ്ങൾ എന്തൊക്കെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെങ്കിലും ഒന്നുകൂടി നമുക്കൊന്ന് ആവർത്തിക്കാം. അതായത് 29 സെപ്പറേറ്റ് ആയിട്ട് ഫയൽ ചെയ്യേണ്ട കംപ്ലയൻസസിന് പകരം ഇനി 4 പ്രത്യേകം ഈ പറഞ്ഞ ലേബർ ലോയ്സിനനുസരിച്ച് കംപ്ലയൻസ് രേഖപ്പെടുത്തിയാൽ മതിയാകും കമ്പനി ഉടമകളെ സംബന്ധിച്ച്. അപ്പോൾ ആദ്യത്തേതാണ് സിംപ്ലിഫിക്കേഷൻ. ഇൻസ്റ്റെഡ് ഓഫ് ഫയലിംഗ് 29 റിട്ടേൺസ്, കമ്പനീസ് നൗ ഫയൽ ജസ്റ്റ് എ ഫ്യൂ. നേരത്തെ 29 റിട്ടേൺസ് ഫയൽ ചെയ്യണമായിരുന്നു, ആ സ്ഥാനത്തിനും വളരെ കുറച്ച് റിട്ടേൺസ് ഫയൽ ചെയ്താൽ മതി കംപ്ലയൻസിന് വേണ്ടിയിട്ട്. ഇത് കൂടുതൽ കമ്പനികളെ ഫോർമലി രജിസ്റ്റർ ചെയ്യുന്നതിന് എൻകറേജ് ചെയ്യുമെന്നതാണ് ഗവൺമെൻറ് കാണുന്ന ഒരു പോസിറ്റീവ് സൈഡ്. രണ്ടാമത്തേത് ജെൻഡർ പാരിറ്റി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ ഇൻ ജോബ് വളരെ കുറവാണ്. അതിനെ ഈ പറഞ്ഞ പോലെ OSH കോഡ് വഴി അത് പരിഹരിക്കാനുള്ളൊരു ശ്രമം സർക്കാർ നടത്തിയിരിക്കുന്നു. പിന്നെ മൂന്നാമത്തെ പ്രധാനപ്പെട്ടത് ദ ഗിഗ് എക്കണോമി, അതായത് പ്ലാറ്റ്ഫോം വർക്കേഴ്സിനെ നേരത്തെ പാർട്ട്നേഴ്സായിട്ടായിരുന്നു ട്രീറ്റ് ചെയ്തിരുന്നത്, അവരെ ഇനി ഒഫീഷ്യലി എംപ്ലോയീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമുകൾക്ക് അല്ലെ അഗ്രിഗേറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾക്ക് ബാധ്യത വന്നിരിക്കുകയാണ്. സോ അവരുടെ ജോബ് സെക്യൂരിറ്റി അതേപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി എല്ലാം ഉറപ്പുവരുത്തുക എന്നതാണ് ഗവൺമെൻറ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പിന്നെ നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ടേക്ക് ഹോം പേ വേഴ്സസ് സേവിങ് ആണ്. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം, പല കമ്പനികളും ഫോളോ ചെയ്യുന്ന ഒരു പ്രോസസ്സുണ്ട്. നിങ്ങളുടെ ബേസിക് പേ വളരെ കുറച്ച് വെച്ചിട്ട് ബാക്കി അലവൻസസ് എല്ലാം കൂട്ടിത്തരും. അപ്പോൾ ഇതിലൂടെ കമ്പനിക്ക് നിങ്ങൾ എൻഡ് ഓഫ് സർവീസിൽ നൽകേണ്ട ബാധ്യത കുറയ്ക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ ഉദ്ദേശം. പക്ഷേ അത് നിങ്ങൾക്ക് വേറൊരു തരത്തിൽ ഗുണമാകുന്നുണ്ട്. നിങ്ങളുടെ ടേക്ക് ഹോം സാലറി കൂടുതലായിരിക്കും. കാരണം ടാക്സ് ആയിട്ടും PF ആയിട്ടും പിന്നെ മറ്റ് ഗ്രാറ്റുവിറ്റി ആയിട്ടൊക്കെ പിടിക്കുന്ന തുക കുറവായിരിക്കും. സോ യു വിൽ സബ്സ്റ്റാൻഷ്യലി ഒരു ഹയർ പ്രൈസ് നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ പുതിയ നിയമം അനുസരിച്ചിട്ട് നിങ്ങളുടെ ശമ്പളത്തിൻ്റെ 50% ബേസിക് ആയിരിക്കണം, അതിൽ കുറയ്ക്കാൻ പാടില്ല. ഇപ്പം 1000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ 500 രൂപ ബേസിക് ആയിരിക്കണം. 10,000 ആണ് 5000, 1 ലക്ഷമാണ് 50,000. സോ ഇതാണ് പുതിയ സിസ്റ്റം. അപ്പോൾ ഇതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഗ്രാറ്റുവിറ്റിയും PF ഒക്കെ പിടിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ടേക്ക് ഹോം സാലറി ചെറുതായിട്ട് കുറയും എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു വസ്തുത. പക്ഷേ നിങ്ങളുടെ സോഷ്യൽ സെക്യൂരിറ്റി നെറ്റ്വർത്ത് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഇതാണ് പ്രധാനമായിട്ടും ഈ തൊഴിൽ നിയമങ്ങൾ കൊണ്ടുണ്ടാകുന്ന 4 മാറ്റങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാവുന്നത്. ഇനി നമുക്ക് ഈ തൊഴിൽ നിയമങ്ങളെക്കുറിച്ചുള്ള പ്രധാന പരാതികൾ, പ്രതിപക്ഷത്തിൻ്റെയും തൊഴിൽ സംഘടനകളുടെയും പരാതികൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഗവൺമെൻറ് ഇതിനെ ഫ്ലെക്സിബിലിറ്റി എന്ന് വിളിക്കുന്നു, പക്ഷേ നമ്മളിതിനെ സ്ലേവറി എന്ന് വിളിക്കുന്നു എന്നാണ് തൊഴിൽ സംഘടനകളുടെ ആദ്യത്തെ കമൻട്രി. ഇനി നമ്മൾ അതിലേക്ക് ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ അവർ ഫസ്റ്റായിട്ട് ഒപ്പോസ് ചെയ്യുന്നത് ഹയർ ആൻഡ് ഫയർ കൾച്ചർ. അതായത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡിനെ കുറിച്ചാണ്. ഉദാഹരണത്തിന് 100 തൊഴിലാളികൾ വരെയുള്ള കമ്പനികൾക്ക് നേരത്തെ മുൻകൂർ നോട്ടീസ് നൽകാതെ തൊഴിലാളികളെ പിരിച്ചുവിടാൻ അവകാശമുണ്ടായിരുന്നത് 300 ഉയർത്തിയിരിക്കുന്നു. ഇതിലൂടെ ഏതാണ്ട് 90% വരുന്ന ഇന്ത്യയിലെ SME MSME മേഖലകളെയും ഈ ഒരു കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്താൻ സർക്കാരിന് സാധിച്ചു. ഇതോടുകൂടി തൊഴിൽ സുരക്ഷിതത്വം നഷ്ടമായി എന്നതാണ് തൊഴിൽ സംഘടനകൾ വാദിക്കുന്നത്. രണ്ടാമത്തെ അവരുടെ ഏറ്റവും വലിയ കൺസേൺ റൈറ്റ് ടു സ്ട്രൈക്കാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 60 ദിവസത്തെ നോട്ടീസ് കൊടുത്തിട്ട് വേണം നിങ്ങൾ സമരം ചെയ്യാൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പെട്ടെന്നുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ തന്നെ തൊഴിലുടമയ്ക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അവർക്ക് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള സമയം കിട്ടും, അവർക്ക് മാനിപ്പുലേഷന് സമയം കിട്ടും, അവർക്ക് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ ഭീഷണിപ്പെടുത്താനുള്ള സമയം കിട്ടും എന്നൊക്കെയാണ് തൊഴിൽ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന വാദം. അതുകൊണ്ട് തന്നെ ഇതും സ്വാഭാവികമായ തൊഴിലാളികളുടെ നീതി നിഷേധിക്കുന്നതാണെന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്ന ഒരു അക്യൂസേഷൻ. പിന്നെ മൂന്നാമത്തെ അവർ പറയുന്ന ഡൈലൂഷൻ ഓഫ് ഇൻസ്പെക്ഷൻസ്. അതായത് നമ്മൾ ഇപ്പോൾ കിറ്റക്സിൻ്റെ ഉദാഹരണം ഞാൻ ആദ്യം പറഞ്ഞു. ഇനി ഈ ഇൻസ്പെക്ടർ രാജ് എന്ന് പറയുന്ന സംഭവം ഇല്ല എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. ബേസിക്കലി ഈ ഇൻസ്പെക്ടർമാർക്ക് അവിടെ പോയിട്ട് ഫൈൻ അടിക്കാൻ ഇനിഷ്യലി അവർക്ക് അധികാരമില്ല. അവർ ഫെസിലിറ്റേറ്റേഴ്സാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കമ്പനിയിൽ അവർ ചെന്ന് ചില കംപ്ലയിൻസ് ഇഷ്യൂസ് കണ്ടു കഴിഞ്ഞാൽ അവർ ആദ്യം അത് അഡ്വൈസ് ചെയ്യും, നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ ഒരു കൺസൾട്ടൻറ്റ് റോളിലേക്ക് അവരെ മാറ്റുകയാണ്. അവരുടെ അമിത അധികാരം എടുത്തു കളഞ്ഞു എന്നാണ്
പറയുന്നത്. ഇതിലൂടെ ശരിക്കും പറഞ്ഞാൽ തൊഴിലുടമയ്ക്ക് ഒരുപാട് നിയമങ്ങൾ ഡൈല്യൂട്ട് ചെയ്യാനും സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കാനും എൻവയോൺമെൻറ്റൽ ഹസാഡസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുമുള്ള ഒരു വാതിൽ ഗവൺമെൻറ് തുറന്നു കൊടുത്തിരിക്കുന്നു. ഉദ്യോഗസ്ഥർക്ക് പവർ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്ന മറ്റൊരു ആരോപണം. ഇനി നാലാമത്തെ പ്രധാനപ്പെട്ട ആരോപണം ഫിക്സ്ഡ് ടേം എംപ്ലോയ്മെൻറ്റ്. ഇപ്പം കോൺട്രാക്റ്റിൽ ഏർപ്പെടാം, കമ്പനിക്ക് 1 വർഷത്തെ കോൺട്രാക്റ്റിൽ തൊഴിലാളിയായിട്ട് ഏർപ്പെടാം, അതിനുശേഷം അത് പുതുക്കണോ വേണ്ടിയോ എന്ന് തൊഴിലുടമയ്ക്ക് സ്വീകരിക്കാമെന്ന് പറയുമ്പം തൊഴിൽ സുരക്ഷിതത്വം ഇല്ലാതാക്കുന്നു എന്നതാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്ന നാലാമത്തെ പ്രധാനപ്പെട്ട ആരോപണം. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും എയറിൽ നിലനിൽക്കുന്ന ആരോപണങ്ങൾ ഈ തൊഴിൽ നിയമങ്ങളെക്കുറിച്ച്. ഇനി നമുക്കിതിനകത്ത് പെട്ടെന്ന് നോക്കുമ്പം എന്തൊക്കെയാണ് മിസ്സിംഗ് ആയിട്ട് തോന്നുന്നത്. അതായത് നിയമങ്ങൾ വന്നു, പക്ഷേ നമ്മൾ GST വന്നതുപോലെ തന്നെ കുറേ മിസ്സിംഗ് എലമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഒന്നാമത്തേതാണ് ഈ ഫ്ലോർ വേജ് കാൽക്കുലേഷൻ. ഞാൻ അടിസ്ഥാനപരമായിട്ട് ഈ മിനിമം വേജിന് എതിർക്കുന്നയാളാണ്. പക്ഷേ പല ആൾക്കാർക്കും അത് ഭയങ്കര ഫീലിങ്സാണ്. അവരത് കാണുന്നത് ഒരുപാട് കഷ്ടപ്പെടുന്ന തൊഴിലാളികൾ, അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരുപാട് തൊഴിലിടങ്ങൾ. അത്തരം ഒരു സാഹചര്യത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് ഇത്തരത്തിലുള്ള നിയമങ്ങൾ ആവശ്യമാണ് എന്ന് കരുതുന്ന ഒരു വലിയ ശതമാനം ആൾക്കാർ നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ ഈ മിനിമം വേജിൻ്റെ ഒരു പ്രശ്നം, നമ്മൾ മനസ്സിലാക്കുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ മിനിമം വേജ് എന്ന് പറഞ്ഞ് ഗവൺമെൻറ് കൊണ്ടുവരുന്ന വേജുകൾ പലപ്പോഴും മാർക്കറ്റ് റേറ്റിലും താഴെയായിരിക്കും. അതായത് ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലെ കൂലിപ്പണിക്ക് ഡെയിലി വേജസിന് നമ്മുടെ നാട്ടിലെ കൂലി 1000 രൂപയാണ് എന്നിരിക്കട്ടെ. ഗവൺമെൻറ് അവിടെ ഒരു മിനിമം വേജ് വച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് 600-500 ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക്, അതായത് തൊഴിൽ കൊടുക്കുന്നവന് കൂടുതലൊരു ബാർഗെയിൻ പവർ കിട്ടുകയാണ് തൊഴിലാളിയേക്കാൾ. അപ്പോൾ തൊഴിലാളി പറയുകയാണ് എനിക്ക് 1000 രൂപ വേണമെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് 500 ആണല്ലോ, നിനക്ക് ഞാൻ 500 തരുള്ളൂ. അപ്പോൾ അവിടെ ഒരു നെഗോഷിയേഷൻ വരികയും ഈ കൂലി കുറയാനുള്ള സാഹചര്യങ്ങൾ കൂടുതലുണ്ടാവാനും സാധ്യതയുണ്ട്. പക്ഷേ എല്ലാ മേഖലയിലും ഇങ്ങനെയല്ല കേട്ടോ. ചില വളരെയധികം എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്ന ചില മേഖലകളുണ്ട്. കാരണം തൊഴിലാളികളുടെ ബാഹുല്യം കാരണം ദ നമ്പർ ഓഫ് വർക്കേഴ്സ് ആർ സോ മച്ച്. അങ്ങനെയുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന തൊഴിലുടമകളുണ്ട് എന്ന വസ്തുത ഞാൻ മറക്കുന്നില്ല. അങ്ങനെയുള്ള ചില മേഖലകളിൽ ഹ്രസ്വകാലത്തേക്ക് മിനിമം വേജ് പ്രൊട്ടക്ഷൻ സഹായം ചെയ്തേക്കാം. പക്ഷേ എങ്കിലും ഇൻ എഫക്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മിനിമം വേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഗവൺമെൻറ്റിൻ്റെ കയ്യിലില്ല എന്നുള്ളതാണ്. എങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യും? ഹൗ ഡു യു കാൽക്കുലേറ്റ് ദ മിനിമം വേജ്? അതായത് ഓരോ സ്ഥലത്തും മിനിമം വേജ് വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ കേരളത്തിലെ തന്നെ വടക്കുള്ള അത്രയും തുകയായിരിക്കത്തില്ല അല്ലെ തെക്ക് കിട്ടുന്നത്. അപ്പോൾ അവിടുത്തെ ആളുകളുടെ സാമ്പത്തിക സ്ഥിതിയും അവൈലബിലിറ്റി ഓഫ് വർക്കേഴ്സും ഇതെല്ലാം വെച്ചിട്ട് ഓരോ സ്ഥലത്തും ഇതിൻ്റെ വേരിയേഷൻസ് ഭയങ്കര വലുതായിരിക്കും. ഇപ്പം നോർത്ത് ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഒരു ജില്ലയിലുള്ള വേജസ് ആയിരിക്കത്തില്ല മറ്റൊരു സ്ഥലത്ത്. അപ്പോൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം വേരിയബിൾസ് ഉള്ള ഒരു സംഭവം ആയതുകൊണ്ട് ഗവൺമെൻറ്റിന് ഈ കാര്യത്തിൽ ഒരിക്കലും കൃത്യമായിട്ടുള്ളൊരു മിനിമം വേജ് ഫിക്സ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിനകത്ത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം. അതാണ് ഇതിനകത്തുള്ളൊരു പ്രശ്നം. രണ്ടാമത്തേത് ഈ ഗിഗ് വർക്കർ ഫണ്ടിങ്. ഇപ്പം ഗിഗ് വർക്കേഴ്സിനെ സോഷ്യൽ സെക്യൂരിറ്റി നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരുന്നു എന്ന് സർക്കാർ പറയുന്നു. വളരെ നല്ല കാര്യം തന്നെ. പക്ഷേ ഇത് ആര് ഫണ്ട് ചെയ്യും, എങ്ങനെ ഇവരുടെ കമ്മീഷനെ അത് ബാധിക്കും എന്ന കാര്യത്തെക്കുറിച്ചൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഈ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. പിന്നെയുള്ളതാണ് ഈ മൈഗ്രൻ്റ് ഡേറ്റാബേസ്. അപ്പം നമുക്കറിയാം തൊഴിലാളികൾക്ക് എല്ലാവർക്കും തന്നെ സോഷ്യൽ സെക്യൂരിറ്റി കൊടുക്കുന്നുവെങ്കിലും ബേസിക്കലി നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾക്കൊരു യുണീക്ക് ലേബർ ഐഡൻറ്റിറ്റി കോഡോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബീഹാറിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ഒരുത്തൻ നാളെ ട്രെയിനെ കയറി കേരളത്തിലേക്ക് വരുന്നു. ഇവിടെ വന്ന് തൊഴിലെടുക്കുമ്പോൾ അവൻ്റെ തൊഴിലിടം മാറി. അപ്പോൾ അതുവരെ അവന് കിട്ടിക്കൊണ്ടിരുന്ന ബെനിഫിറ്റ്സ് എങ്ങനെ അത് ട്രാൻസ്ഫർ ആവും, എങ്ങനെ അവന് നഷ്ടപ്പെടാതെ പോകും? കാരണം ഈ ബെനിഫിറ്റ്സ് കൊടുക്കുന്നത് തൊഴിലുടമയാണ്. അപ്പോൾ കോൺട്രാക്റ്റിംഗ് കമ്പനി ജോലി ചെയ്യുന്നവനാണെങ്കിൽ ആ കോൺട്രാക്ട് കമ്പനിയാണ് ഇത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്കൊരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമാണ്. നമുക്ക് ഈ ഗൾഫിലൊക്കെ ഉള്ളതുപോലെ നിങ്ങൾ എവിടെ പണിയെടുക്കുന്നെങ്കിലും നിങ്ങൾക്കൊരു ലേബർ കാർഡ് ഉണ്ടാവും. ലേബർ കാർഡിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ലേബർ നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ബെനിഫിറ്റ്സ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. ആ ഫ്ലെക്സിബിലിറ്റി ലഭിക്കണമെങ്കിൽ ഈ ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യണം. അത് ഫലത്തിലില്ല, ഭാവിയിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് പ്രധാനമായിട്ടും നമുക്കിതിനകത്ത് പെട്ടെന്ന് മിസ്സിങ് എന്ന് തോന്നുന്ന എലമെൻറ്റ്സ്. 3 പോയിൻ്റാണ് മെയിനായിട്ട് ഞാൻ പറയുന്നത്. വി ആർ മൂവിങ് ഫ്രം എ ഇൻസ്പെക്ടർ രാജ് ടു എ ഫെസിലിറ്റേറ്റർ രാജ്, ബട്ട് വിൽ ദ വർക്കേഴ്സ് പേ ദ പ്രൈസ്? ഇതാണ് നമുക്ക് അറിയേണ്ട കാര്യം. ഫോർ ദ ഫസ്റ്റ് ടൈം ദ സ്വിഗ്ഗി ഡെലിവറി പാർട്ട്ണർ ഈസ് വിസിബിൾ ടു ദ ലോ. ഇതാണ് രണ്ടാമത്തെ കാര്യം. അതേപോലെ ദ 300 വർക്കർ റൂൾ ഈസ് ദ മോസ്റ്റ് കോൺട്രവേഴ്സ്യൽ നമ്പർ ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ഹിസ്റ്ററി. ഇത് ആണ് ഇതിനകത്തെ ഏറ്റവും കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഭാഗം. ഇനിയും ഞാൻ ഒരു പ്രോ ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ആളാണ്. പക്ഷേ ഞാൻ ഒരു എന്താ പറയുന്നത്, മനുഷ്യത്വമില്ലാത്തവനോ അല്ലെങ്കിൽ ഗവൺമെൻറ്റേ വേണ്ട, എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളും, ആൾക്കാർ വേണ്ട, റെഗുലേഷൻ വേണ്ട എന്ന് പറയുന്ന ഒരാളല്ല. സോ ബേസിക്കലി ഞാൻ കൂടുതൽ സ്വാതന്ത്ര്യം
കൂടുതൽ ഫ്രീഡം മാർക്കറ്റിന് കൊടുക്കണമെന്ന് വാദിക്കുന്ന ആളാണ്. കൂടുതൽ ഫ്രീഡം ഇൻഡിവിജ്വൽസിന് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. നമുക്ക് തൊഴിൽ സ്വിച്ച് ചെയ്യാനും തൊഴിലാളികളെ നിയമിക്കാനും എടുക്കാനും നമുക്ക് എവിടെ പോയി ജോലി ചെയ്യാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമുക്ക് വേണം, നമ്മുടെ കൂലി നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് വേണം എന്നൊക്കെ കരുതുന്ന ഒരാളാണ് ഞാൻ. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതിനകത്ത് കുറച്ച് സജഷൻസ് നമ്മൾ മുന്നോട്ട് വയ്ക്കണം. അതിൽ ഒന്നാമത്തേതാണ് റിമൂവ് ദ ഹ്യൂമൻ എലമെൻറ്റ് ഫ്രം കംപ്ലയിൻസ്. ഇപ്പം നമുക്കറിയാം ഗവൺമെൻറ് കുറേ 29 നിയമങ്ങളുണ്ടായിരുന്നത് 4 നിയമങ്ങളാക്കി ചുരുക്കി കൊണ്ടുവന്നിരിക്കുന്നു. പക്ഷേ ഇവിടെ ഇനിയും ഈ പറഞ്ഞ ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്ന ഇൻസ്പെക്ടർമാരെ കൊണ്ടുള്ള ശല്യങ്ങൾ അവസാനിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എവിടെയൊക്കെ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ വരുന്നോ അവിടെയെല്ലാം സബ്ജക്റ്റീവായിട്ടുള്ള ഡിസിഷൻസാണ് മോസ്റ്റ്ലി ഉണ്ടാവുക. ആ ഉദ്യോഗസ്ഥൻ്റെ മൂഡ്, സ്വഭാവം, അയാളുടെ കാഴ്ചപ്പാട്, അയാളുടെ കോമൺ സെൻസ്, അയാളുടെ അറിവ്, അയാൾക്ക് ആ തൊഴിലുടമയുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം ഇവരെടുക്കുന്ന എല്ലാ കംപ്ലയൻസിനെയും ബാധിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ഹ്യൂമൻ എലമെൻറ്റിനെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് ഒരു സിസ്റ്റം, ഇതാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന കിനാശേരി. അതായത് കൂടുതൽ ഓട്ടോമേറ്റീവ്. ഇപ്പം നമുക്കങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. ബേസിക്കലി ഇൻകം ടാക്സ് റിട്ടേൺസ് നമ്മളെല്ലാവരും ഫയൽ ചെയ്യാറുണ്ട്. നമ്മൾ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെ നേരിട്ട് കണ്ട് ബോധിപ്പിക്കാറില്ല. നമ്മൾ എല്ലാം ഓൺലൈനായിട്ടാണ് അത് ചെയ്യുന്നത്. സോ അവിടെ എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിൽ അവരുടെ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ ചില ഫീച്ചേഴ്സ് ഉണ്ട്, ചില അൽഗോരിതംസ് ഉണ്ട്. അതനുസരിച്ച് അവർക്ക് കണ്ടെത്താൻ സാധിക്കും. കാരണം നിങ്ങളുടെ പാൻ കാർഡുമായിട്ട് ലിങ്ക്ഡാണ് നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു വലിയ മാറ്റമുണ്ട് അല്ലെങ്കിൽ ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിൽ അവർക്കത് ഫ്ലാഗ് ചെയ്യാൻ സാധിക്കുകയും അങ്ങനെയുള്ളവർക്ക് നോട്ടീസ് അയക്കുകയും ചെയ്യുകയാണ് സിസ്റ്റം ചെയ്യുന്നത്. അപ്പോൾ ഏതാണ്ട് അതേപോലെയുള്ളൊരു സിസ്റ്റമാണ് ഞാനിവിടെയും സജസ്റ്റ് ചെയ്യുന്നത്. സോ ഉദാഹരണത്തിന് ഒരു കമ്പനി പറയുകയാണ് ഞങ്ങൾക്ക് ആകെ 5 തൊഴിലാളികളേ ഉള്ളൂ എന്ന് കമ്പനി അവകാശപ്പെടുകയാണ്. പക്ഷേ കമ്പനിയുടെ ഇലക്ട്രിസിറ്റി ബില്ല് ഭയങ്കര ഹ്യൂജാണ്. അപ്പോൾ തന്നെ ആ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഫ്ലാഗ് ചെയ്യും. കാരണം ഇത്രയും തൊഴിലാളികൾ പണിയെടുക്കുന്ന അല്ലെങ്കിൽ ഇത്രയും പ്രൊഡക്ഷനുള്ള ഒരു കമ്പനിയിൽ സ്വാഭാവികമായിട്ടും ഇത്രയും ബില്ല് വരുന്നുവെങ്കിൽ അവിടെ എന്തോ ഒരു ഡിസ്ക്രിപ്പൻസി ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പം അപ്പോഴാണ് നമ്മളൊരു അന്വേഷണത്തിനൊരു ഉദ്യോഗസ്ഥനെ വിടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന അവിടെ ഒരുപാട് പേരെ പെർമനൻ്റ് അല്ലാതെ ഈ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ ഇവർ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ഗവൺമെൻറ്റിന് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇത് സിസ്റ്റമാണ് ഇത് ഫ്ലാഗ് ചെയ്ത് കൊടുക്കുന്നത്. സോ അപ്പോൾ ഇവിടെ ഓണസ്റ്റായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ഉദ്യോഗസ്ഥന്മാരെ പേടിക്കാതെ ബിസിനസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിനകത്തൊരു മെച്ചം. അതേപോലെ തന്നെ ചീറ്റ് ചെയ്യപ്പെടുന്നവർക്ക് സിസ്റ്റത്തെ കബളിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. എന്ന് വെച്ചാൽ ഇതൊന്നും 100% ഫുൾ പ്രൂഫാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ മാക്സിമം മിനിമം ഇൻ്റർവെൻഷൻ ഫ്രം ഹ്യൂമൻ സൈഡ്, കൂടുതൽ ഒബ്ജക്റ്റീവായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ നമ്മുടെ സിസ്റ്റത്തെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സജഷൻ. ഇനി അടുത്തത് യൂണിയൻകാരോടുള്ള എൻ്റെ ഉപദേശമാണ്. യൂണിയൻകാർ ഈ 19-ാം നൂറ്റാണ്ടിലെ സമരമുറകളും രീതികളിൽ നിന്നും നിങ്ങൾ മാറണം. നിങ്ങളിപ്പോൾ ഈ 300 പേരെ പിരിച്ചുവിടാൻ പറ്റില്ല, അല്ലെങ്കിൽ 100 പേരെ പിരിച്ചുവിടാൻ പറ്റില്ല, തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷിതത്വത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ വളരെ ആശങ്കാകുലരാണ്. സ്വാഭാവികമായിട്ടും ഉള്ള ആശങ്കയാണ്. അത് ഐ റിയലി അതൊരു വാലിഡ് ആയിട്ടുള്ള കൺസേൺ ആണ്. പക്ഷേ അതിൻ്റെ മാർഗ്ഗം അവിടെ സമരം ചെയ്യുകയല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു കമ്പനി നടത്തുകയാണെങ്കിൽ തന്നെ വളരെ ലോ വാല്യൂ അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഉള്ള കുറേ തൊഴിലാളികളെ നിങ്ങൾക്ക് ചുമന്നുകൊണ്ട് നടക്കേണ്ട ഒരു ബാധ്യത വന്നാൽ നിങ്ങൾക്ക് കോമ്പറ്റീറ്റീവ് ആകാൻ സാധിക്കത്തില്ല. ആസ് എ കമ്പനി ഓണർ നിങ്ങൾ മത്സരിക്കുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുമായിട്ടാണ്. അവിടുത്തെ തൊഴിൽ നിയമങ്ങളൊക്കെ വളരെ ഫ്ലെക്സിബിളായിരിക്കുകയും നമ്മുടെ ഇവിടെ വളരെ റിജിഡായിട്ടുള്ള തൊഴിൽ നിയമങ്ങളാണെങ്കിൽ നമ്മുടെ തൊഴിലുടമയ്ക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന് ഒരിക്കലും മാർക്കറ്റ് ലഭിക്കത്തില്ല. മാർക്കറ്റിൽ ഒരു കോമ്പറ്റീറ്റീവ്നെസ് ഉണ്ടാവില്ല നമ്മൾ ഈ പ്രൊട്ടക്ഷനിസ്റ്റ് സിസ്റ്റത്തിൽ തുടർന്നാൽ. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇന്നോവേറ്റീവ് ആവുകയും കൂടുതൽ കോമ്പറ്റേറ്റീവ് ആവുകയും ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റത്തിലേക്ക് മാറിയേ പറ്റൂ. ഈ ടെക്നോളജി അപ്ഗ്രേഡേഷൻ വരുമ്പം സ്വാഭാവികമായിട്ടും ലോ വാല്യൂ പ്രൊഡക്ടിവിറ്റി ഉള്ള തൊഴിലുകളെല്ലാം റീപ്ലേസ് ചെയ്യപ്പെടും. അപ്പോൾ തൊഴിലാളികളെ ഫയർ ചെയ്യുന്ന ഒരു തീരുമാനം കമ്പനി എടുക്കുകയാണെങ്കിൽ തൊഴിൽ സംഘടനകൾ ചെയ്യേണ്ടത് ഫയർ ചെയ്യുന്നതിന് മുമ്പ് അയാളെ അപ്സ്കില്ല് ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് തൊഴിലുടമയുമായിട്ട് ചർച്ച ചെയ്യണം ആദ്യത്തെ ഘട്ടം. അങ്ങനെ അപ്സ്കില്ല് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്സ്കില്ല് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഡിമാൻഡ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ തൊഴിൽ സംഘടനകൾ ചെയ്യേണ്ടത്. പകരം എന്ത് വില കൊടുത്തും ഇയാളെ സംരക്ഷിച്ചേ മതിയാകൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആക്ച്വലി ബാക്കി എല്ലാ തൊഴിലാളികളുടെയും നിലവിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള തൊഴിലാളികളുടെയും കൂടെ നിലനിൽപ്പിനെ ബാധിക്കത്തക്ക തരത്തിലേക്ക് ആ കമ്പനിയെ കൊണ്ടുപോവുകയാണ്. ഇതാണ് ഇവിടെ വരുന്ന ഒരു പ്രശ്നം. ഇത് ശരിക്കും തൊഴിൽ സംഘടനകൾ മാറി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ലാഭവിഹിതം ചോദിക്കാം. കമ്പനിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ നിങ്ങളും കൂടി അതിൻ്റെ ഭാഗമാകുന്നൊരു സിസ്റ്റം. ഇപ്പം എംപ്ലോയീസിന് ഷെയർ കൊടുക്കുന്ന സംവിധാനങ്ങൾ പല IT കമ്പനികളിലുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഫാക്ടറി ജോബ് ചെയ്യുന്ന ആൾക്കാർക്കും കൂടി ചോദിക്കാമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡിസ്കഷനിലേക്ക് പോയി അതിനെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു തൊഴിലന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് പകരം നമ്മൾ പരസ്പരമുള്ള സംഘർഷത്തിൻ്റെ ഒരു പാത, പഴയ മുതലാളി തൊഴിലാളി ബന്ധ
ആ ഒരു കാഴ്ചപ്പാടിൽ തന്നെ ഒരു ബൈനറിയിൽ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് ഒരിക്കലും ഒരു പരിഹാരം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തൊഴിൽ സംഘടനകളോട് പറയാനുള്ള ഉപദേശം. ഇനി അടുത്തത് ഗവൺമെൻറ്റിനോട് പറയാനുള്ളതാണ്. ഞാൻ ആദ്യത്തെ ഭാഗത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് തൊഴിൽ സ്വിച്ച് ചെയ്യാൻ സാധിക്കണം. പക്ഷേ അങ്ങനെ സ്വിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബെനിഫിറ്റ്സുകൾ, നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു ഡിജിറ്റൽ സിസ്റ്റം പ്ലാറ്റ്ഫോം എത്രയും വേഗം ഡെവലപ്പ് ചെയ്യുകയും ഇന്ത്യയിലുള്ള എല്ലാ തൊഴിലാളികൾക്കും, അത് ഓർഗനൈസ്ഡ് ആയിക്കോട്ടെ അൺഓർഗനൈസ്ഡ് ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരു എംപ്ലോയി കോഡ് ഉണ്ടാവുകയും ആ എംപ്ലോയി കോഡിൻ്റെ അടിസ്ഥാനത്തിൽ ആ ബെനിഫിറ്റ്സ് എവിടെ നിന്നും എങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാവുന്ന രീതി ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്കിതൊരു യൂണിവേഴ്സൽ സോഷ്യൽ പാക്ക് എന്ന രീതിയിൽ നമുക്കിതിനെ കാണാൻ സാധിക്കുക. അല്ലെങ്കിൽ ഇത് വളരെ കൺഫ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ ഇതെങ്ങനെ നമുക്കിത് ക്യാരി ചെയ്യാൻ പറ്റും, സ്വിച്ച് ചെയ്യുന്നതിന് നമുക്കൊരു തടസ്സമായി, നമ്മുടെ ജോബ് സ്വിച്ച് ചെയ്യുന്നതിന് ഒരു തടസ്സമായിട്ട് ഇത് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. സോ ഈ കാര്യത്തിൽ ഗവൺമെൻറ് കുറച്ചുകൂടി ഒരു ബെറ്റർ വിഷനോടുകൂടി സ്പീഡപ്പായിട്ട് ഈ ഒരു കാര്യം ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് ഗവൺമെൻറ്റിന് മുമ്പിൽ വെക്കാനുള്ള മറ്റൊരു സജഷൻ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ചുള്ള എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ തന്നെ രേഖപ്പെടുത്തുക. നമുക്കൊരു നല്ല ചർച്ചയാക്കി ഈ ഒരു വിഷയത്തെ മാറ്റാം. അപ്പോൾ മറ്റൊരു വിഷയവുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി. ഗുഡ് ബൈ.